എൻ്റെ പേര് ബിൻഡോ എന്നാണ്. വീട് ഇരിഞ്ഞാലക്കുട രൂപതയിലെ ആളൂർ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവയ്ക്ക് കീഴിലാണ്. എൻ്റെ വൈഫിൻ്റെ പേര് സോണി. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്ത മോൻ ഡോൺ, അവൻ +1 കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ മോൻ ചാൾസ്, അവൻ 10th കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ആൾ സാം, അവൻ 6ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്നു. 4ാമത്തെ ആൾ ജോൺ, അവൻ 5ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്നു. അപ്പച്ചൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് ഞങ്ങളുണ്ട്. പിന്നെ അമ്മച്ചി മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. മൂത്ത ആളുടെ പേര് ഡോൺ, അവൻ +1 പരീക്ഷ എഴുതിയിരിക്കുന്നു. അവൻ വളരെ ചെറുപ്പത്തിലേ തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ടാണ്. അത് ഞങ്ങളായിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകണതല്ല. ഞാൻ പോകുന്നത് കണ്ട് അവനും കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി തുടങ്ങിയതാണ്. അതുപോലെ തന്നെ അവനിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും അങ്ങനെ ഷാഡിങ്ങളൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത്തവനും അതുപോലെ ചേട്ടൻ എന്ത് ചെയ്യണോ അത് തന്നെയാണ് ആളും പിന്തുടർന്നുകൊണ്ട് പോരുന്നത്. പിന്നെ പള്ളി അടുത്തായതുകൊണ്ടും ആ സമയം ക്രമീകരിച്ച് പോകുന്നതുകൊണ്ടായിരിക്കാം കൃത്യമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. വളരെ ചെറുപ്പത്തിലേ തുടങ്ങി ചേട്ടന്മാർ ചെയ്യണതനുസരിച്ച് മൂന്നാമത്തെ ആൾ സാമ്, 4ാമത്തെ ആൾ ജോണ്, അവരും എനിക്ക് തോന്നുന്നു ചേട്ടന്മാരെക്കാളും കൂടുതലായിട്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പോഴൊക്കെ ഓൾട്ടറിൽ കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം ഓൾട്ടറിൽ കയറിയപ്പോൾ താഴെയുള്ള 2 പേര് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കുർബാനകളുടെ എണ്ണം കൂടുതലുണ്ട്. അവർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 2-3 കുർബാനയ്ക്കൊക്കെ പോകാറുണ്ട്. അത് ഞങ്ങളായിട്ട് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നില്ല, അവരായിട്ട് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ്. അപ്പം ധൈര്യമായിട്ട് വിടാനായിട്ട് പള്ളി അടുത്തായതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും തോന്നാറില്ല. ഈ അടുത്തല്ലേ, അവർ പോയിട്ട് വന്നോളൂല്ലോ എന്നുള്ളതിൽ. അങ്ങനെ അതിപ്പം രണ്ടാമത്തെ ആൾ ചാൾസ്, അവനായാലും പള്ളിയിൽ പോകാനായിട്ട്. പിന്നെ ഈ 2-3 കൊല്ലമായിട്ട് ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് സാധാരണ ഡെയിലി പോണ കുർബാന ഒഴിച്ച് പിന്നെ അങ്ങനെ പോകലില്ല. പഠിക്കാനൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു. ഞങ്ങൾക്ക് വിവാഹജീവിതത്തിൻ്റെ ആദ്യ അവസരത്തിൽ തന്നെ ഞങ്ങൾ അങ്ങനെ കൂടുതൽ മക്കളെയൊക്കെ വേണം, തമ്പുരാൻ തരണമെങ്കിൽ ഞങ്ങൾക്ക് വളർത്താനൊക്കെ ഉള്ള ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് ഈശോയോട് പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. കൂടാതെ ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങളുടെ മൂത്ത മോന് 1 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി ഞങ്ങളെ വിട്ട് പിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ അമ്മച്ചിക്കൊക്കെ മക്കളെ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ 4 മക്കളാണ്. അതുപോലെ അമ്മച്ചിയുടെ വീട്ടിൽ അവർ 6 മക്കളുണ്ടായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചന് സഹോദരങ്ങളും സഹോദരികളുമാരായിട്ട് 9 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യമേ തുടങ്ങി അങ്ങനെ ഒരു കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്, അതൊക്കെ പങ്കുവെച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിവാഹശേഷം അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് 4 മക്കളെ തന്നു, സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. മക്കളെ കൂടുതൽ വേണം എന്നുള്ളൊരാഗ്രഹം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ഞങ്ങൾ പോയിന്ന് മാത്രം. യേശോ തന്ന മക്കളെ സ്വീകരിച്ചു, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. മക്കൾ കൂടുതൽ വേണം എന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. നമുക്ക് തമ്പുരാൻ 4 മക്കൾ അല്ലെങ്കിൽ അധികം മക്കളെയൊക്കെ തരും. പക്ഷേ അവരെ വളർത്തി കൊണ്ടുവരേണ്ട സാഹചര്യം നമ്മൾ തന്നെയുള്ള നേരിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു
ചിന്തകളും ടെൻഷനൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കൂടുതൽ മക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ ചിലവുകൾ, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഒരാൾ ഉള്ള പോലെയല്ലല്ലോ, ഇപ്പോഴും 4 പേരാകുമ്പോൾ 4 ഇരട്ടി നമ്മൾ അതിന് ഒരു സഹനം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരിക്കും. ആത്മീയമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടായാലാണ് അതൊക്കെ ഭൗതികമായിട്ടുള്ള സമ്പത്ത് ഉന്നതിയൊക്കെ വരുള്ളൂ എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആത്മീയമായിട്ട് നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെയൊക്കെ വളരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ മക്കളെണ്ണം കൂടുന്നതനുസരിച്ച് ജോലിയൊക്കെ കൂടും, എന്നാലും അവർ നന്നായി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചേട്ടനായാലും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അവരൊരു ഭാരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ പോകണം, അങ്ങനെ ഒരു പ്രശ്നമേ തോന്നിയിട്ടില്ല ഇന്ന് വരെ. ഞങ്ങൾ രാവിലെ സാധാരണ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥന, നമ്മുടെ രൂപക്കുള്ളിൽ ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. അവർ ബൈബിൾ വായിക്കും ഒരു 10 മിനിറ്റ് താഴെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് പോവാണ്. സോണി കിച്ചണിൽ പാചകത്തിൻ്റെ തുടക്കം കുറിക്കും. അപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർ വാഷ് ചെയ്യാനും കുളിക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5:45 പള്ളിയിലേക്ക് ഇറങ്ങും. 6 മണിക്കാണ് ആദ്യത്തെ ഞങ്ങളുടെ വിശുദ്ധ ബലി. അപ്പോൾ അതിൽ പങ്കെടുക്കും. അത് ഒരു 6:45 തിരിച്ചു വരും. പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം ബുക്കുകളൊക്കെ നോക്കി തയ്യാറായി സ്കൂളിലേക്ക് 7:30 എല്ലാ 4 പേരും സ്കൂളിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ അവർ പോയി കഴിയുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി, പിന്നെ ഫുഡ് എന്തെങ്കിലും വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവർ വരും. അവരൊരു 3 മണി 3:15 തിരിച്ചു വരും 4 പേരും. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ തിരക്കുകളിലേക്ക്, അവർ പറയുന്നത് കേൾക്കാതെ തന്നെ കുറച്ച് നേരം ഇരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുരിശ് വര. അത് കഴിഞ്ഞ് ഭക്ഷണം, താഴെയുള്ളൊരു വേഗം ഭക്ഷണം കഴിക്കും. അപ്പോഴേക്കും അവർ ഉറങ്ങാൻ തുടങ്ങും. ഇപ്പോഴത്തെ കാലഘട്ടം അറിയാമല്ലോ, എല്ലാവരുടെ കയ്യിലും മൊബൈലും ഓൺലൈൻ യുഗമാണ് ഇപ്പോൾ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ താല്പര്യമില്ലെങ്കിലും അത് കുറേ നേരമൊക്കെ അങ്ങനെ കണ്ട് ഇഷ്ടമായി എല്ലാവരും. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഓൺലൈൻ മാധ്യമങ്ങളിലും ന്യൂസ് കാണാനും അങ്ങനെ അവർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മേഖലകൾ തേടി പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും 4 പേര് ഉള്ളതുകൊണ്ട് അവരെ കാറ്റിസം ക്ലാസ്സുകളിലും അതുപോലെ സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററുകളിൽ നിന്നൊക്കെ മെസ്സേജ് വരുന്നത് മൊബൈലിലേക്കാണ്. അത് ഈ കോവിഡിന് ശേഷം അങ്ങനെയായി മാറി. ഹോംവർക്ക് എന്ന് പറയുന്നത് വരുന്ന ബുക്കിലല്ല എഴുതി കൊടുക്കുക, അവർ മൊബൈലിൽ കൂടെയാണ് മെസ്സേജൊക്കെ ഇടുക. അപ്പോൾ അത് നോക്കാൻ തന്നെ ഒരു വലിയൊരു സമയം അതിന് വേണം. ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ 4 പേർക്കും മൊബൈൽ ആവശ്യമായിരുന്നു. അതിനുശേഷം കുറച്ച് ഏറെ പറയുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ മൂത്തവർ വലിയ വലിയ ക്ലാസ്സുകളിലായതുകൊണ്ട് അവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും, ഇപ്പോഴും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആകെ 2 മൊബൈൽ ഫോണുള്ളൂ. ഒന്ന് എൻ്റെയും ഒരെണ്ണം സോണിയുടെയും. അപ്പോൾ സോണിയുടെ മൊബൈലിലാണ് അവർ കൂടുതലായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മുടക്ക് ദിവസങ്ങളിൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള ടൈമൊക്കെ കുറച്ച് നേരമൊക്കെ അവർക്ക് കൊടുക്കും. അത്ര നിർബന്ധമൊന്നുമില്ല അവർക്ക്. അതിന് കിട്ടിയേ കൂടു. അല്ലെങ്കിൽ പിന്നെ ഒരു മൂത്താൾ +1 കഴിഞ്ഞ് പലരുടെ ആ ഒരു ഏജിലുള്ള പലരുടെ കയ്യിലും പേഴ്സണലായിട്ട് ഫോണൊക്കെ കാണാറുണ്ട്. അവർ പറയും കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഫോണുണ്ടെന്ന്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ അവർ വീട്ടിൽ നിന്ന് അകലം ഒന്ന് പോയി അങ്ങനെയല്ല പഠിക്കുന്നത്, അടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഫോൺ കൊടുത്ത് വിടേണ്ട ഒരു ആവശ്യം അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഒരു ഉപയോഗം വളരെ നിയന്ത്രിച്ചു കൊണ്ട് തന്നെയാണ്. അതൊരു എന്താ പറയുക, അവരുടെ ഇഷ്ടങ്ങളെ ഹനിച്ചുകൊണ്ടല്ല, കുറച്ച് ഒക്കെ അവരുടെ ഇഷ്ടത്തിന്. പിന്നെ ബാക്കി നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് കൺട്രോൾ ചെയ്യണമല്ലോ. പിന്നെ ചെറിയൊരു ഇടയ്ക്കൊക്കെ ഒന്ന് വഴക്കും ബഹളമൊക്കെ ഉണ്ട്, അത് കിട്ടാൻ വേണ്ടി. എന്നാലും കുഴപ്പമില്ല, അത്ര അധികം സമയമൊന്നും ഉപയോഗിക്കണില്ല. പുറത്തിറങ്ങി കളിക്കാനൊക്കെ പോവും. അപ്പോൾ പിന്നെ ആ സമയമൊക്കെ ഇതാവും. പിന്നെ ചേട്ടന്മാർക്ക് ആവശ്യം കൂടുതലായതുകൊണ്ട് അവരത് വേറെ നിവൃത്തിയില്ലേ, കൊടുത്തിട്ട് തന്നെ പോകണം അവർക്ക്.
കുടുംബത്തെ നയിക്കുന്നത് ഭാര്യയും ഭർത്താവാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അമ്മയാണ് ഫുൾ ടൈം വീട്ടിലുണ്ട്. എല്ലാ കാര്യങ്ങളും മക്കളുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നതിൽ ഏറ്റവും വലിയ പരിഗണന കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം അതാണ് നമുക്ക്. അവളതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ട്. അതിനെ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ആൾ നല്ല കെയറിങ് ആണ്. എവിടെ പോകുമ്പോഴും ആൾ നന്നായിട്ട്, നമ്മളിപ്പോൾ തനിച്ച് പോവുകയാണെങ്കിലും അവിടെ എത്തിയോ, എന്താണ്, എങ്ങനെയാണ് യാത്ര, അതൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ എപ്പോഴും നല്ല കെയറിങ് ആയിട്ടിരിക്കും. പിന്നെ നമ്മളെ തിരുത്തേണ്ട സമയങ്ങളിൽ നന്നായി തിരുത്തി തരാറുണ്ട്. പിന്നെ നല്ല സ്നേഹമാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോയത്. ഈ ഒരു 1:30-2 മണി ഉച്ച കഴിഞ്ഞിട്ടൊരു സമയത്താണ് പോയത്. അവിടെ ചെന്നപ്പോൾ വൈഫിൻ്റെ അപ്പച്ചനും അമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് ഒരു ചുരിദാറായിരുന്നു. പിന്നെ ഒരു ഉച്ച സമയത്താണ് വന്നത്. പിന്നെ പാൻറ്റും ഷർട്ടുമായിരുന്നു വേഷം. വീട്ടിലെ നേരം അപ്പച്ചനും അമ്മച്ചിയും പിന്നെ എന്നെ നേരെ തൊട്ട് താഴെയുള്ള ആങ്ങളെ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ തോതിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അത് ഇത്രയും നാളും ഇന്നീ ദിവസം വരെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും മക്കളും ഞാനും ഭാര്യയും ഒക്കെ ഒരു കൂട്ടുകാരെ പോലെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ അപ്പോൾ ചിലപ്പോൾ വഴക്ക് പറയും. ഒരുപാട് ആളെ കയറി തിരുത്താനൊന്നും പോവാറില്ല. ആളായിരിക്കുന്ന അവസ്ഥയിൽ ആളെ സ്വീകരിച്ചു. ചെറിയ രീതിയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു തീവ്രതയും ഇതൊക്കെ അറിയണമെങ്കിൽ അത് ചെറിയ പിണക്കങ്ങൾ മക്കളായാലും ഭാര്യ ഭർത്താവായാലും അപ്പനമ്മയ്ക്കായാലും ചെറിയ ചെറിയ പിണക്കുകളൊക്കെ ഉണ്ടാവണമെന്നാണ് അഭിപ്രായം. എനിക്ക് എല്ലാവരും ഉള്ളതാണ് ഇഷ്ടം. വീട് നിറച്ച ആളുകൾ വേണം. പിള്ളേരായാലും കൂടുതൽ പിള്ളേർ വേണമെന്നുള്ളതും അങ്ങനെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അപ്പച്ചനായാലും അമ്മച്ചിയായാലും ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന വീട്ടിലെ ചേട്ടനനിയന്മാർ, പെങ്ങന്മാർ, അങ്ങനെ എല്ലാവരും. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ വീട് നിറയെ ആൾക്കാരായി. അതുപോലെ തന്നെ പിള്ളേർ കൂടുതൽ വേണം. അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്ടമുള്ള ഒരാളാണ്. കൂട്ടുകുടുംബത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയറായിട്ടുള്ള എല്ലാവരും ഉണ്ടാവും അതിൽ. അപ്പാവന്മാർ, അമ്മാവന്മാർ, അപ്പച്ചൻ, അമ്മ, അമ്മായിമാർ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നാണ് ആ കൂട്ടുകുടുംബം. അതിൽ ജീവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉപദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അവരുടെ സഹകരണങ്ങൾ, അവരുടെ സ്നേഹമൊക്കെ പങ്കുവെച്ച് പോകാനായിട്ട് ഒരു സ്വപ്നമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്നാലും അതൊക്കെ ഓർക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഈ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് സമയമൊക്കെ ഈ പ്രാർത്ഥന റൂമിൽ കുത്തിയിരുന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ കുർബാനയ്ക്ക് പോകുമ്പോഴും. അപ്പോൾ അതിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ശക്തിയും ധൈര്യവും ഒക്കെ കിട്ടണത്. അപ്പം ഇനി അതൊന്നും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാം ഇതുപോലെ ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അപ്പം ഈശോ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാം ഭംഗിയായിട്ട് പോണത്. ഇവർ അത്യാവശ്യം എല്ലാ ജോലികളും വീട്ടിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവരുടെ ഡ്രസ്സ് കഴുകാനായാലും, ഇവർ കഴിച്ച പാത്രങ്ങൾ കഴുകി വയ്ക്കുക, ആ സ്ഥലം ക്ലീൻ ചെയ്യുക, അങ്ങനെ ഇപ്പോൾ കറി വയ്ക്കണേലായാലും എല്ലാത്തിലും ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവർ വീട്ടിലുള്ളപ്പോൾ. അത് തന്നെ എനിക്ക് വലിയൊരു സഹായമാണ്. ഇപ്പം എന്തെങ്കിലും മെയിനായിട്ട് ഫങ്ഷനുകൾ വരുമ്പോഴും ഒക്കെ ചെയ്യണമെങ്കിൽ എല്ലാം അവരത് എനിക്ക് സഹായം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ലാത്തപ്പോഴും പിള്ളേർ തന്നെയാണ് എല്ലാം ചെയ്തു തരുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ദൈവവും മാതാവും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാനും എൻ്റെ ഈശോയായിട്ട് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ആ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പല സമയങ്ങളിലും ഈശോയോട് വർത്തമാനം പറയും, നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും. അത് വലിയൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അത് സന്തോഷം നൽകുന്ന അവസരങ്ങളാണ്. നമ്മുടെ കാര്യങ്ങൾ പറയുക, അപ്പോൾ തന്നെ മറുപടി കിട്ടിയില്ലെങ്കിലും അത് ഈശോ കേൾക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈശോയുമായിട്ട് സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അവർ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞ് ഇനിയൊരു ജോലിയൊക്കെ കിട്ടി കുറച്ച് നാളൊന്ന് അടിച്ചു പൊളിച്ച് നടന്നിട്ട് മതി എന്നാണ് പറയണത്. പക്ഷേ നമ്മളെപ്പോഴും കുറച്ച് നേരത്തെ ആവുന്നതാണ് എല്ലാം നല്ലത്. വിവാഹവിളി എന്ന് പറയുന്നത് അതിൻ്റെ സമയത്ത് യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്കൊക്കെ ആ ഒരു സമയത്ത് നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് പലവിധ കാരണങ്ങൾ കൊണ്ട് അതിന് വ്യക്തമായൊരു നിർദ്ദേശം കൊടുക്കാനും നമ്മുടെ
നമ്മുടെ അധികാരികൾക്കോ അല്ലെങ്കിൽ ഒരു സംഘടനകൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു വ്യക്തമായ നിർദ്ദേശം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്താണ് കല്യാണം കഴിഞ്ഞത്. ആ സമയമൊക്കെ ഒരാളുടെ നല്ല ആരോഗ്യപരമായിട്ടും അതുപോലെ മാനസികമായിട്ടും എല്ലാം നല്ലത് അങ്ങനെ കൃത്യമായ സമയത്ത് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. വീട്ടിലെ ഒരു ചിട്ടകളോട് കൂടി ചേർന്ന് നിന്നിട്ട് ആ സമയാസമയങ്ങളിൽ ഏത് ജീവിതാന്തസ്സായാലും തിരഞ്ഞെടുക്കണം. അത് വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കും. ദശാംശം നമ്മൾ കൊടുക്കണം. നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് പള്ളിയിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു പരിധി വരെ ശരിയാണ്. പള്ളിയിലെ പ്രവർത്തനങ്ങൾക്കും പള്ളിയിലെ ചിലവുകൾക്കൊക്കെ നമ്മൾ ദശാംശം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് അനുസരിക്കുന്ന കുറേ പേരുണ്ട്. കുറേ പേര് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്നത് കേൾക്കാം. അവർ ബുദ്ധിമുട്ടുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്കൊക്കെ സഹായം ചെയ്യുക, അതും ഒരു ദശാംശം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടും ചിന്തിക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ മുടക്കാറില്ല. എന്തെങ്കിലും ഇനി വല്ല ട്രാവലിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വന്നിട്ട് ചിലപ്പോൾ 12 മണി 12 ആയാലും ഞങ്ങൾ ഒരു ചെറിയ തോതിൽ കുടുംബ പ്രാർത്ഥന എത്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കിടന്നുറങ്ങാറ്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം, ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പോൾ അത് മക്കളോട് പറഞ്ഞു കഴിയുമ്പോൾ അവരും അതിനെതിരെ നിൽക്കാറില്ല. എവിടെ പോയി വന്നാലും പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. അപ്പോൾ അവരും അതിന് അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ വൈകിട്ട് ഒരു 7 മണി 7:30 സമയത്ത് കുരിശ് വര ഒരു ചെറിയ പ്രാർത്ഥന വീട്ടിലുള്ളവർ ഞാൻ വരുമ്പോൾ എന്തായാലും 8:30 9 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് 9 മണിക്കാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന. അത് ചിലപ്പോൾ എല്ലാവരും നേരത്തെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആവാം, അല്ലെങ്കിൽ നേരെ വൈകി വരണമെങ്കിൽ ഒരു 9:30 വരെ ഒക്കെ ആ സമയത്തൊക്കെ തുടങ്ങി ഒരു അരമണിക്കൂർ കുടുംബ പ്രാർത്ഥന അത് ഞങ്ങൾ മുടക്കാറില്ല. അതിൻ്റെ ഒരു വിശ്വാസം പിന്നെ ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മതബോധനം കാറ്റസിസം ക്ലാസ്സുകളും അതുപോലെ തന്നെ മുടങ്ങാറില്ല. എന്ത് പരിപാടി വരാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് അവർ പോകാറ്. പിന്നെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാനും കാറ്റസ് എടുക്കാൻ പോകുന്നുണ്ട്. അവർക്ക് അങ്ങനെ മടിയൊന്നും പറയാറില്ല പോകാനായിട്ട്, കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ ഈ ബൈബിളൊക്കെ വായിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരുകൾക്ക് മലയാളം വായിക്കാൻ കുറച്ച് പിന്നാക്കാണ്. പക്ഷേ ഇവർക്കൊന്നും അങ്ങനത്തെ കുഴപ്പങ്ങളില്ല. അതെനിക്ക് തോന്നുന്നു നന്നായിട്ട് ബൈബിൾ വായിക്കുന്നതുകൊണ്ടാണ്. ഒരു തുടക്കത്തിൽ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു മലയാളം. അപ്പോൾ ബൈബിൾ വചനം എഴുതാറുണ്ട്. ബുക്കുകളിൽ ഒരു നോട്ട്ബുക്ക് നല്ല വൃത്തിയായി എടുത്ത് നോട്ട്ബുക്കിൽ വചനങ്ങൾ ഇങ്ങനെ ദിവസവും പഠിക്കാനിരിക്കണം മുൻപ് അവർ വചനം എഴുതിയിട്ടാണ് പഠിക്കാൻ തുടങ്ങൽ. അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്തായാലും കുറച്ച് സമയമൊക്കെ ബൈബിൾ വചനം എഴുതാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ. മിക്കവാറും ഒരു കുരിശ് വരയ്ക്കണ നേരത്തൊക്കെ ആയിട്ട് ബൈബിൾ നന്നായി വായിക്കാറുണ്ട്. ഇപ്പോൾ അവർക്ക് പള്ളിയിൽ നിന്നൊരു കലണ്ടർ, ബൈബിൾ വായിക്കാൻ കലണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ കാറ്റസിസം ക്ലാസ്സിൽ പോവില്ല എന്നൊന്നും പറയലില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാറ്റസിസം ക്ലാസ് കുറച്ച് നേരത്തെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. മുടങ്ങാതെ പോകാൻ ശ്രമിക്കാറുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. അതും അങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മുടങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല അവരത്. കഴിഞ്ഞ വർഷം മുതൽ ഓൾട്ടർമെൻ എന്ന ഒരു സംഘടന ഞങ്ങളുടെ പള്ളിയിലത്തെ വികാരി ഫാദർ ജോയ് കടമ്പാട്ടാണ് അച്ഛൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഓൾട്ടർമെൻ എന്നൊരു സംഘടന രൂപീകരിച്ചു. അപ്പോൾ അതിലും എനിക്ക് പങ്കുചേരാനായിട്ട് എനിക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 മക്കളും ഞാനവിടെ 5 പേരും ഞങ്ങൾക്ക് അൽത്താരയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം തമ്പുരാൻ തന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. വലിയ കുടുംബം എന്ന് തുടക്കത്തിൽ നമ്മുടെ ആഗ്രഹമൊക്കെ ഉണ്ടായി, മക്കളൊക്കെ ഉണ്ടായി വന്ന് ഇപ്പോൾ 1-2 പേരൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളത് മാത്രം ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ മക്കളെ തരിക, അവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് പോകാനായിട്ട് ആ ഒരു ശ്രമത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ പറയും, ഇനിയില്ലേ, ഇനി കഴിയാറായില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ കൊടുക്കാനായിട്ട് അങ്ങനെ മറുപടികൾ അങ്ങനെ പ്രത്യേകിച്ചൊരു മറുപടി ഇല്ല. അതൊക്കെ ചിരിച്ചുകൊണ്ട് നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് മറികടന്ന് പോകും മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണെന്ന് തോന്നുന്നു. എന്തിനേയും മറ്റുള്ളവരുടെ എന്ത് കാര്യങ്ങളെയും ഇങ്ങനെ വളരെ ലാഘവത്തോടു കൂടി അവരോട് പെരുമാറുക, അല്ലെങ്കിൽ ആ സംസാരമൊക്കെ അത് നമുക്കറിയാം, അങ്ങനെയാണ് നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് തോന്നുന്നത്. അപ്പോൾ അത് അതിന് ആ ഒരു അർഹതയോടുകൂടി നമ്മൾ കാണുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു തമ്പുരാൻ്റെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എന്താ പറയുക, ഒരു അഭിമാനം തന്നെയാണ്. നമ്മൾ 4 മക്കൾ ഉണ്ടായി, അവരെയൊക്കെ ആ ഓരോ അവസരങ്ങളിലും അവരുടെ കൂടെ നടന്ന് ഞാൻ ഞങ്ങൾക്ക് ഇവരുടെ ഓരോ ദിവസങ്ങളും ഇവരുടെ കൂടെയായിരുന്നു. നമുക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ പിള്ളേർ എണ്ണം കൂടുമ്പോൾ ചുറ്റുമുള്ളവർ പറയാറുണ്ട്, ഇതിപ്പോൾ നോക്കാൻ വീട്ടിൽ വേറെ ആരുമില്ല, അമ്മച്ചി നേരത്തെ മരിച്ചു, ഇപ്പം എങ്ങനെ വളർത്തണ ഇവരെയൊക്കെ നോക്കിയെടുക്കണത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയും. അപ്പം ചുറ്റുമുള്ളവർക്കാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുന്നത്. അവർ ചോദിക്കും 4 പേരെയും കൂടെ എങ്ങനെ മാനേജ് ചെയ്യണം, കാലത്ത് പള്ളിയിൽ വരുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ്? ദൈവം സഹായിച്ചെല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾ ഹാപ്പിയാണ് ശരിക്കും. ഇടവക പള്ളിയിൽ ഈ പറഞ്ഞ മാതിരി എല്ലാ അങ്ങനെ ധ്യാന പരിപാടികളിലൊക്കെ ഞങ്ങൾ സഹകരിക്കാറുണ്ട്. കൂടാതെ കൺവെൻഷനുകളിൽ പങ്കെടുക്കാറുണ്ട്. ഞാനും മക്കളും എന്തായാലും പങ്കെടുക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ പോട്ട കൺവെൻഷനിൽ അങ്ങനെ പങ്കെടുത്തിരുന്നു. പിന്നെ ഡിസംബറിൽ ഇരിഞ്ഞാലൂർ രൂപതയുടെ കൺവെൻഷൻ BLM വെച്ച് നടന്നിരുന്നു, അതിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഇവിടെ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ പോകും. അങ്ങനെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ ഞങ്ങൾ അതിന് സമയം കണ്ടെത്തി പോകാൻ ശ്രമിക്കാറുണ്ട്. താമസിച്ച് ഇതുപോലെ ഉള്ള ധ്യാനങ്ങൾക്ക് അങ്ങനെ പോകൽ കുറവാണ്. കൺവെൻഷനുകൾ അല്ലെങ്കിൽ വൺ ഡേ ധ്യാനത്തിനൊക്കെ ജെറുസലേമിലൊക്കെ പോകാറുണ്ട്. പറ്റുമെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഇടവേളകളിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഫാമിലി ഒരുമിച്ച് ഞങ്ങൾ പോകും. അത് എല്ലാവർക്കും ഉള്ള പോലെ വലിയ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകാനായിട്ട്. ഈ ഒരു കഴിഞ്ഞ വർഷം പോയിരുന്നു. അതുപോലെ ചെട്ടിക്കാട് പള്ളിയിൽ, പിന്നെ നമ്മുടെ മുരിങ്ങൂർ പള്ളിയിൽ, കൊരട്ടി പള്ളിയിൽ, അങ്ങനെ സാധിക്കാവുന്ന അടുത്ത പള്ളികളിലൊക്കെ പോകും. പിന്നെ തിരുനാളുകളിൽ അങ്ങനെ ഓരോ വിശേഷങ്ങൾക്ക്, മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആ പള്ളികളിലൊക്കെ പോകും പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. കൂടാതെ എനിക്ക് താഴെ 2 അനിയത്തിമാർ, സിസ്റ്റേഴ്സാണ്. അവർ പാലക്കാട് പ്രൊവിൻസിലാണ്, FCC കോൺഗ്രിഗേഷനിലാണ് അവർ സേവനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ അവരുടെ കോൺവെൻറ്റിൻ്റെ ചാപ്പലിലും പിന്നെ അവരുടെ ഇടവക പള്ളിയിലൊക്കെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പോകാൻ ശ്രമിക്കും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനവും സന്തോഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ആളുകൾ പറയണത് കുറച്ച് കഴിയട്ടെ, ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ചിട്ട് അതിന് ശേഷം സെറ്റിലായാൽ മതി എന്നാണ് പറയണത്. പക്ഷേ ദൈവം തരുന്ന സമയത്ത് നമുക്ക് മക്കളെ തരുമ്പോൾ അത് കൈ നീട്ടി മനസ്സോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു നല്ല കാര്യം. അല്ലാതെ ദൈവം തരുമ്പോൾ നമുക്കത് വേണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ളപ്പോൾ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു മനോഭാവം ശരിയല്ല. നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവം തരുന്ന സമയത്ത് മക്കളെ സ്വീകരിക്കുക. അപ്പം നമുക്കുള്ള എല്ലാ തടസ്സങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ദൈവമായിട്ട് മാറ്റിത്തരും. ഇപ്പോൾ വലിയ കുടുംബമൊക്കെ കെട്ടി പടുക്കാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ കാലം പോലെയല്ല. പണ്ട് മുന്നത്തെ നമ്മുടെ അപ്പന്മാരുടെ അപ്പച്ചന്മാരുടെ കാലഘട്ടങ്ങളിൽ 8, 10, 12 മക്കളുണ്ടായിരുന്നു.
അത് എന്തെങ്കിലും പ്രചോദനം കിട്ടിയിട്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. അത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അതിനൊരു കാരണം. പക്ഷെ അന്ന് അവർ വളരെ സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ പങ്കുവയ്ക്കലൊക്കെ കഴിഞ്ഞ് ആ ഭവനങ്ങളൊക്കെ വളരെ ഉന്നതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാം കൊണ്ടും അനുകൂല കാലഘട്ടമാണ്. അപ്പോൾ കൂടുതൽ മക്കൾ ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുക, അതുപോലെ തമ്പുരാനോട് പ്രാർത്ഥിക്കുക. തമ്പുരാൻ്റെ ഒരു അനുഗ്രഹവും അവിടുത്തെ ഹിതം ഇല്ലെങ്കിൽ ഇതൊന്നും മുന്നോട്ട് പോയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവുക. അതിനെ മുൻനിർത്തി അടിത്തറയിട്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുടുംബങ്ങളും വലിയ സന്തോഷമൊക്കെ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം.